ഹലോ നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൈക്കോളജി ഡിഗ്രിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ പാഠഭാഗമായിട്ടുള്ള BPCC 101 അഥവാ ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി എന്ന പാഠഭാഗമാണ്. അപ്പോൾ ആദ്യമായിട്ട് സൈക്കോളജിയിലേക്ക് വരുന്നൊരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് സൈക്കോളജി, സൈക്കോളജിയിൽ എന്തൊക്കെയാണ് ഉൾപ്പെട്ടിട്ടുള്ളത്, അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് സൈക്കോളജി പഠിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്നതിനെ പറ്റിയുള്ള കൃത്യമായ ഒരു അവബോധം വിദ്യാർത്ഥിക്ക് നൽകുന്ന ഒരു ടെക്സ്റ്റ് ബുക്കാണ് ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി എന്ന് പറയുന്നത്. അപ്പോൾ ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി എന്ന പാഠഭാഗത്തിൽ ഉൾപ്പെടുന്നതാണ് സൈക്കോളജിയുടെ കോൺസെപ്റ്റുകൾ, അതുപോലെ തന്നെ മനുഷ്യൻ്റെ സ്വഭാവത്തെ സ്വാധീനിക്കുന്ന, അതുപോലെ അവൻ്റെ ബയോളജിക്കൽ, കോഗ്നിറ്റീവ്, അതുപോലെ തന്നെ അവൻ്റെ ആന്തരികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് മനുഷ്യൻ്റെ സ്വഭാവത്തെ സ്വാധീനിക്കുന്നത് എന്നതിനെ പറ്റിയിട്ടുള്ള കൃത്യമായിട്ടുള്ളൊരു അവബോധം നൽകുന്ന പാഠഭാഗമാണ് ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി എന്ന് പറയുന്നത്. ഇനി ഫസ്റ്റ് തന്നെ ഈ പാഠഭാഗത്തിൽ പഠിക്കാനുള്ളത് സൈക്കോളജി എന്നതിൻ്റെ ഡെഫിനിഷനെ പറ്റിയിട്ടാണ്. ആദ്യകാലങ്ങളിൽ സൈക്കോളജി എന്ന് പറയുന്നത് അത് അവൻ്റെ ഒരു ആത്മാവിനെ പറ്റിയിട്ടുള്ളൊരു പഠനമായിട്ടാണ് കണക്കാക്കിയിരുന്നത്. സൈക്കോളജി വാസ് ഇനീഷ്യലി പാർട്ട് ഓഫ് ഫിലോസഫി ആൻഡ് ഡിഫൈൻഡ് ആസ് ദ സയൻസ് ഓഫ് സോൾ. ആദ്യം സൈക്കോളജി ഒരു പൂർണ്ണമായിട്ട് സൈക്കോളജി എന്നൊരു ഫീൽഡ് ഉണ്ടായിരുന്നില്ല. അത് ഫിലോസഫിയുടെ ഭാഗമായിട്ട് ഫിലോസഫിയുടെ ഒരു സബ് വിഷയമായിട്ട് വന്നതാണ് സൈക്കോളജി എന്ന് പറയുന്നത്. അന്ന് സൈക്കോളജിയെ ദ സയൻസ് ഓഫ് സോൾ എന്നാണ്, അതുപോലെ തന്നെ ആത്മാവിൻ്റെ പഠനത്തെയാണ് സൈക്കോളജി എന്നവർ നിർവചിച്ചിരുന്നത്. ദിസ് ഡെഫിനിഷൻ വാസ് ലേറ്റർ ഡിസ്കാർഡഡ് ഡ്യൂ ടു ഇറ്റ്സ് വാല്യൂ ആൻഡ് മെറ്റാഫിസിക്കൽ നാച്ചർ. പിന്നീട് ഈ ഒരു ഡെഫിനിഷനെ ആളുകൾ ക്രിട്ടിസൈസ് ചെയ്തു. കാരണം ഇതൊരു യഥാർത്ഥത്തിൽ ഉള്ള കാര്യമല്ല, ഒരു മെറ്റാഫിസിക്കൽ നാച്ചറിനെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്ന രീതിയിലാണ് അത് സയൻസ് ഓഫ് സോൾ അഥവാ ആത്മാവിനെ പറ്റിയുള്ള പഠനം എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്താൽ മനസ്സിലാകുന്നത്. പിന്നെ അത് മാറ്റിയിട്ട് എന്താക്കി, ദെൻ ഇറ്റ് ഇവോൾവ്ഡ് ടു ദ സയൻസ് ഓഫ് മൈൻഡ്. പിന്നീട് മനസ്സിനെ പറ്റിയിട്ടുള്ള പഠനമാണ് സൈക്കോളജി എന്ന് ആളുകൾ പറഞ്ഞു. പക്ഷേ ഈ സാധനവും ഈ ഒരു ഡെഫിനിഷനും പിന്നീട് അത് ഉപേക്ഷിക്കുകയാണ് ഉണ്ടായത്. കാരണം ദ മൈൻഡ് കുഡിൻ ബി മെഷേർഡ് ആൻഡ് ഇറ്റ് ഡിഡിൻറ്റ് ഇൻക്ലൂഡ് ഒബ്സർവബിൾ ബിഹേവിയർ. മനുഷ്യൻ്റെ മനസ്സ് എന്ന് പറയുന്നത് നമുക്ക് കൃത്യമായിട്ട് അളക്കാൻ സാധിക്കില്ല. അവനിപ്പോൾ മാനസികമായിട്ട് എത്രത്തോളം സന്തോഷത്തിലാണ്, എത്രത്തോളം വിഷമത്തിലാണ്, അതുപോലെ തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുകയില്ല. അതുപോലെ തന്നെ കൃത്യമായിട്ട് മെഷർ ചെയ്യാൻ പറ്റുകയില്ല. അപ്പോൾ ഇതൊരു സയൻറ്റിഫിക് എവിഡൻസ് ഇല്ലാത്തതിനെ കൊണ്ട് അങ്ങനെ സയൻസ് ഓഫ് മൈൻഡ് എന്ന ഡെഫിനിഷനും പിന്നീട് ആളുകൾ മാറ്റി. പിന്നീട് പറഞ്ഞിട്ടുള്ള ഡെഫിനിഷനാണ് ലേറ്റർ ഇറ്റ് ബിക്കെയിം ദ സയൻസ് ഓഫ് കോൺഷ്യസ്നസ്. അതുപോലെ തന്നെ മനുഷ്യൻ്റെ അവബോധ മനസ്സിനെ പറ്റിയിട്ടുള്ള ഒരു പഠന മേഖലയാണ് സൈക്കോളജി എന്ന് പിന്നീട് ആളുകൾ പറഞ്ഞു. ബട്ട് ദിസ് വാസ് ഓൾസോ റിജക്റ്റഡ് ഡ്യൂ ടു ഇറ്റ്സ് സബ്ജക്റ്റിവിറ്റി ആൻഡ് ലാക്ക് ഓഫ് ഇൻക്ലൂസിവിറ്റി. അങ്ങനെ ഈ മനുഷ്യൻ്റെ അവബോധ മനസ്സിനെ പറ്റിയിട്ടുള്ള ഒരു പഠനമായിട്ട് സൈക്കോളജിയെ കണക്കിലാക്കിയാൽ അപ്പോൾ അതിനൊരു പോരായ്മ എന്ന് പറയുന്നത് ഇത് സബ്ജക്റ്റീവ് നേച്ചറാണ്. കാരണം എല്ലാവർക്കും ഒരുപോലെയല്ല. അപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് ഒരു തരത്തിലാണ് കാര്യങ്ങളെ മനസ്സിലാക്കാൻ പറ്റുന്നത്, അവൻ്റെ മനസ്സ് ഒരു തരത്തിലാണ്, മറ്റൊരു വിദ്യാർത്ഥിയുടെ മനസ്സ് വേറൊരു തരത്തിലാണ്. അതുകൊണ്ട് നമുക്ക് ജനറലൈസ് ചെയ്തിട്ട് ഒരു തീരുമാനം ഉണ്ടാക്കാൻ സാധിക്കുകയില്ല. അങ്ങനെ ദ സയൻസ് ഓഫ് കോൺഷ്യസ്നെസ് എന്ന ഒരു ഡെഫിനിഷനും പിന്നീട് തള്ളപ്പെട്ടു. പിന്നീട് മോഡേൺ ഡെഫിനിഷൻ. ഇനി പുതിയ കാലഘട്ടത്തിൽ എങ്ങനെയാണ് സൈക്കോളജിയെ ആളുകൾ ഡിഫൈൻ ചെയ്യുന്നത് എന്ന് നോക്കാം. In the early 20th century, John B. Watson, the father of behaviorism, defined psychology as the study of behavior. അങ്ങനെ 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലെത്തിയപ്പോൾ സൈക്കോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ജോൺ ബി വാട്സൺ, അദ്ദേഹം ബിഹേവിയറിസം എന്നൊരു സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് കൂടിയാണ്. അദ്ദേഹം സൈക്കോളജി ഡിഫൈൻ ചെയ്തു. എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തത്? സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുത്തൻ്റെ ബിഹേവിയറിനെ പറ്റിയിട്ടുള്ള പഠനമാണ് സൈക്കോളജി എന്ന് പറയുന്നത്. ടുഡേ സൈക്കോളജി ഈസ് ഡിഫൈൻഡ് ആസ് ദ സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ബിഹേവിയർ ആൻഡ് മെൻ്റൽ പ്രോസസ്. എന്നാൽ ഇന്ന് നിലവിൽ സൈക്കോളജി എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ അവൻ്റെ സ്വഭാവത്തെ പറ്റിയിട്ടുള്ളതും അവൻ്റെ മനസ്സിനെ പറ്റിയിട്ടും കൂടിയുള്ള ഒരു പഠനത്തെയാണ്, അവൻ്റെ മനസ്സിനെയും സ്വഭാവത്തെയും പറ്റി പഠിക്കുന്ന ഒരു പഠന മേഖലയാണ് സൈക്കോളജി എന്ന് പറയുന്നത്, ഇൻക്ലൂഡിങ് ബോത്ത് ഹ്യൂമൻ ആൻഡ് അനിമൽ ബിഹേവിയർ. അപ്പോൾ
മനുഷ്യൻ്റെ ബിഹേവിയർ എന്ന് പറയുന്നത് മനുഷ്യൻ്റെ മാത്രം ബിഹേവിയറിനെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല, ബട്ട് ബോത്ത് ഹ്യൂമൻ ആൻഡ് അനിമൽസ് ആർ ഇൻക്ലൂഡഡ്. ഇനി നേച്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് ബിഹേവിയർ അതിൻ്റെ മനുഷ്യൻ്റെ സ്വഭാവം, ബിഹേവിയറിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ബിഹേവിയർ ഇൻക്ലൂഡ്സ് ഓൾ ഒബ്സർവബിൾ ആക്ഷൻസ് ആൻഡ് ഇൻറ്റേർണൽ മെൻ്റൽ പ്രോസസ് സച്ച് എസ് ഇമോഷൻ, തോട്ട് ആൻഡ് ആറ്റിറ്റ്യൂഡ്. ബിഹേവിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ബിഹേവിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ മനുഷ്യനിൽ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്ന തരത്തിലുള്ള അവൻ്റെ എമോഷൻസ്, അവൻ്റെ ചിന്തകൾ, അവൻ്റെ സ്വഭാവങ്ങൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ബിഹേവിയർ എന്നതുകൊണ്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഇൻഫ്ലുവൻസഡ് ബൈ ബയോളജിക്കൽ, കൾച്ചറൽ, സോഷ്യൽ, എൻവിറോൺമെൻറ്റൽ, ഇമോഷണൽ ആൻഡ് കോഗ്നിറ്റീവ് ഫാക്ടേഴ്സ്. ഇനി അവൻ്റെ സ്വഭാവ രൂപീകരണത്തിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒരുത്തൻ്റെ സ്വഭാവത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളിൽപ്പെട്ടതാണ് അവൻ്റെ ബയോളജിക്കൽ, അവൻ്റെ ഇന്നർ ഓർഗൻസിലുള്ള അവൻ്റെ കെമിക്കൽ സബ്സ്റ്റൻസ്, ഡോപ്പമിൻ പോലെയുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള കെമിക്കൽ സബ്സ്റ്റൻസ് അതിനുള്ളിൽ വ്യത്യാസം ഉണ്ടാകും. ഇതൊരു കാരണമാണ്. അതുപോലെ തന്നെ അവൻ്റെ കൾച്ചറൽ ഫാക്ടേഴ്സ് ഇതിനെ കൃത്യമായിട്ട് ഇതൊരു ഫാക്ടറാണ്. കൾച്ചർ എന്ന് പറയുന്നത് അവൻ്റെ കൂട്ടുകാർ, അവൻ്റെ കുടുംബം, അവൻ്റെ നാട്ടുകാർ, ഇതെല്ലാം അവൻ്റെ സ്വഭാവത്തെ സ്വാധീനിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സോഷ്യൽ, സാമൂഹികമായിട്ട് അവൻ്റെ നാട്ടുകാർ, അവൻ്റെ ചുറ്റുമുള്ള ആളുകൾ, ഇതെല്ലാം എൻവിറോൺമെൻറ്റ്, എമോഷണൽ ഫാക്ടേഴ്സ്. കാരണം അവൻ ഓരോ സമയത്തും വ്യത്യസ്ത എമോഷനിലായിരിക്കും. അപ്പോൾ ഇതെല്ലാം അവൻ്റെ സ്വഭാവത്തിൽ കൃത്യമായിട്ടുള്ള ഒരു മാറ്റം വരുത്താൻ ഉതകുന്ന കാര്യങ്ങളാണ്. ഇനി ബിഹേവിയർ ക്യാൻ റേഞ്ച് ഫ്രം സിമ്പിൾ ടാസ്ക് ലൈക്ക് ഹോൾഡിംഗ് എ പെൻ ടു കോംപ്ലക്സ് വൺസ് ലൈക്ക് ഫ്ലൈയിങ് എ പ്ലെയിൻ. ഇനി ഈ ബിഹേവിയറിൻ്റെ ഒരു ബിഹേവിയർ എന്ന് പറയുന്നത് ചെറിയൊരു പേന എടുക്കുന്നത് മുതൽ വളരെ കോംപ്ലക്സീവായിട്ടുള്ള ഒരു പ്ലെയിൻ ഡ്രൈവിങ്ങിനെ വരെയും അത് അഫക്റ്റ് ചെയ്യുന്ന തരത്തിലാണ് ബിഹേവിയർ എന്നുള്ളത്. There are individual differences but also similarities such as automatic reflexes. ഇനി ബിഹേവിയർ എന്ന് പറയുന്നത് എല്ലാവരുടെയും ബിഹേവിയർ ഇത്തരത്തിലുള്ള ബയോളജിക്കൽ, കൾച്ചറൽ ആൻഡ് സോഷ്യൽ, എൻവിറോൺമെൻറ്റൽ, എമോഷണൽ, ഇങ്ങനെ വ്യത്യസ്ത ഫാക്ടേഴ്സുകൾ ഇതിനെ സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞല്ലോ. എന്നാൽ അതുപോലെ തന്നെ പല ആളുകളുടെയും ബിഹേവിയർ ഏകദേശം ഒരേപോലെ ആകുന്ന ബിഹേവിയറുകളും ഉണ്ട്. ബട്ട് ഓൾസോ സിമിലാരിറ്റീസ്. എങ്ങനെയാണ്? അവൻ്റെ ഓട്ടോ റിഫ്ലക്സസ്. കാരണം നമ്മുടെ കയ്യിലേക്കൊരു തീ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു വേദന ഉണ്ടാകുന്ന കാര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും റിഫ്ലക്റ്റ് ചെയ്യും. ഇത് എല്ലാ ഹ്യൂമൻ ബീയിങ്സിലും, എല്ലാ ലിവിങ് ഓർഗാനിസം അതിലെല്ലാം സെയിമാണ്. ഇനി ഹ്യൂമൻ ബിഹേവിയേഴ്സ് ഈസ് ഗോൾ ഡയറക്റ്റഡ്, എയിമിങ് അറ്റ് അച്ചീവിങ് സംതിങ് എയ്തർ ടു ഗെയിൻ എ ബെനിഫിറ്റ് ഓർ അവോയ്ഡ് ഹാം. ഇനി മനുഷ്യൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് ഒരു ഗോൾ ഓറിയൻറ്റഡ് ആയിരിക്കും. ഒരു കൃത്യമായിട്ടുള്ള ലക്ഷ്യമുണ്ടാകും. ചിലപ്പോൾ അത് എന്തായിരിക്കും? നമുക്കൊരു നല്ല കാര്യം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്, നമ്മൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന ഏതെങ്കിലും ഏതെങ്കിലും ഹാം ആയിട്ടുള്ള സിറ്റുവേഷനെ നമ്മൾ തടയാൻ വേണ്ടിയായിരിക്കും ചില ബിഹേവിയർ നമ്മൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് പറയുന്നത് മനുഷ്യൻ്റെ ബിഹേവിയർ ഈസ് goal directed. It is both changeable and stable, influenced by learning and experiences, but also showing consistency over time. ഇനി ചില ബിഹേവിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് മാറ്റാനേ സാധിക്കില്ല. നമ്മൾ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും നമ്മുടെ ചെറുപ്പത്തിലുണ്ടായിരുന്ന ആ ബിഹേവിയർ തന്നെയായിരിക്കും നമ്മുടെ വലിപ്പത്തിൽ, നമ്മൾ എത്ര പ്രായമായി കഴിഞ്ഞാലും ആ ബിഹേവിയർ നമ്മളിൽ കാണാൻ പറ്റും. എന്നാൽ ചില ബിഹേവിയറുകൾ നമ്മൾ നമ്മുടെ പ്രായം കഴിയുന്തോറും നമ്മൾ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കുകയും നമ്മുടെ എക്സ്പീരിയൻസ് മുഖേനയും നമ്മൾ ആ ബിഹേവിയർ നമ്മൾ മാറ്റം വരുത്താൻ ശ്രമിക്കും. ഇങ്ങനെ രണ്ട് തരത്തിലാണ് ബിഹേവിയർ ഉണ്ടാകുന്നത്. ഇനി ബിഹേവിയർ ഈസ് ഇൻ്റഗ്രേറ്റഡ്. ഇനി ഒരു മനുഷ്യൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് പല കാര്യങ്ങൾ കൂടിച്ചേർന്നിട്ടാണ് അവൻ്റെ ബിഹേവിയർ രൂപീകരിക്കുന്നത്. എ പേഴ്സൺസ് ആക്ഷൻ റിഫ്ലക്ട് ദ സം ഓഫ് ദെയർ എക്സ്പീരിയൻസസ്, ഗോൾസ് ആൻഡ് പേഴ്സണാലിറ്റി, അലോയിങ് us to understand the predict behavior patterns.
ഇനി അവൻ്റെ കഴിഞ്ഞ കാലഘട്ടത്തിലുള്ള അവൻ്റെ എക്സ്പീരിയൻസ്, അവൻ്റെ ലക്ഷ്യങ്ങൾ, അതുപോലെ തന്നെ അവൻ്റെ പേഴ്സണാലിറ്റി, ഇതെല്ലാം അവൻ്റെ സ്വഭാവ രൂപീകരണത്തിൽ കൃത്യമായിട്ടുള്ള ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരാളുടെ ബിഹേവിയർ പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ഇനി ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻറ്റ് ഓഫ് സൈക്കോളജി. ഇനി സൈക്കോളജി എങ്ങനെയാണ് ഒരു ഫീൽഡായിട്ട് വന്നത് എന്നാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. സൈക്കോളജി ബിക്കേം ആൻ ഇൻഡിപെൻഡൻറ്റ് അക്കാഡമിക് ഡിസിപ്ലിൻ ഇൻ 1879. 1879 വില്യം വൂണ്ട്, അദ്ദേഹമാണ് ഫസ്റ്റ് സൈക്കോളജി ലാബ്, സൈക്കോളജിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ലാബ് ആദ്യമായിട്ട് നിർമ്മിച്ച ആളാണ് വില്യം വൂണ്ട്. അദ്ദേഹം 1879 ഇത്തരത്തിലൊരു ലാബ് ഉണ്ടാക്കിയത്. അത് ജർമ്മനിയിലെ ലീപ്സിഗ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഹി ഫോക്കസ്ഡ് ഓൺ സ്റ്റഡിയിങ് ദ സ്ട്രക്ചർ ആൻഡ് ദ മൈൻഡ് ഓഫ് ദ മൈൻഡ് ആൻഡ് കോൺഷ്യസ് എക്സ്പീരിയൻസ്. അദ്ദേഹം അവബോധ മനസ്സിനെ പറ്റിയിട്ടും നമ്മുടെ ചിന്തകളെ പറ്റിയിട്ടും അതിൻ്റെ സ്ട്രക്ചറിനെ പറ്റിയിട്ടും കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ തരത്തിലുള്ളൊരു ലീപ്സിഗ് ഒരു ലബോറട്ടറി അദ്ദേഹം ഉണ്ടാക്കിയത്. ഇനി നമുക്ക് പറയാനുള്ളത് സൈക്കോളജി ആസ് എ സയൻസ്. ഇനി സൈക്കോളജി ഒരു സയൻറ്റിഫിക് പഠന മേഖലയാണ് എന്ന് നമുക്ക് എങ്ങനെയാണ് പറയാൻ പറ്റുന്നത്? കാരണം സൈക്കോളജി ഈസ് എ സിസ്റ്റമാറ്റിക് ആൻഡ് സയൻറ്റിഫിക് ഡിസിപ്ലിൻ. ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടാണ് സൈക്കോളജിയുടെ ഓരോ തിയറികളും എലാബറേറ്റ് ചെയ്യുന്നത്. സിമിലർ ടു ഫിസിക്സ് ആൻഡ് ബയോളജിക്കൽ സയൻസ്. ഏതുപോലെ നമ്മൾ ഫിസിക്സ് ഒരു സയൻറ്റിഫിക് നോളജാണ്, ബയോളജി ഒരു സയൻറ്റിഫിക് നോളജാണ്. അതേപോലെ തന്നെ സൈക്കോളജിയും ഒരു സയൻറ്റിഫിക് എവിഡൻസ് പ്രൂവ് ചെയ്യുന്ന കാര്യങ്ങളാണ് സൈക്കോളജിയിൽ നിർവചിക്കുന്നത്. അതിനെപ്പറ്റി അങ്ങനെ പറയാനുള്ള കാരണം എന്ന് പറയുന്നത് ഒരു എംപിരിക്കൽ ഒബ്സർവേഷൻ റിലീസ് ഓൺ ഡാറ്റ ഫ്രം ഒബ്സർവേഷൻ ആൻഡ് എക്സ്പെരിമെൻറ്റേഷൻ. സൈക്കോളജിയിൽ ഒരു ഡാറ്റ ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു എംപിരിക്കൽ ഒബ്സർവേഷൻ വച്ചിട്ടാണ്. കാരണം ഒരു ഡാറ്റയെ കൃത്യമായിട്ട് ഏതെല്ലാം ഒരു ഒരു ഒബ്സർവേഷൻ നടത്തിയിട്ടാണ് സൈക്കോളജിയിൽ ഡാറ്റ ഉണ്ടാക്കുന്നത്. കൃത്യമായിട്ട് ഒബ്സർവേഷൻ ചെയ്തിട്ട് ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ട് അത് ജനറലൈസ് ചെയ്തിട്ടാണ് സൈക്കോളജിയിൽ ഒരു തിയറി ഉണ്ടാക്കുന്നത്. ഇനി രണ്ടാമതായി പറയാൻ പോകുന്നത് സിസ്റ്റമാറ്റിക് അപ്രോച്ച് ഇൻവോൾവ്സ് ക്ലിയർ മെത്തേഡ് ഫോർ കളക്ടിങ് ആൻഡ് അനലൈസിങ് ഇൻഫോർമേഷൻ. ഇനി ഒരു ഇൻഫർമേഷൻ എങ്ങനെയാണ് നമുക്ക് ഗ്യാദർ ചെയ്യാൻ സാധിക്കുക എന്നതിനെ പറ്റിയിട്ട് ഒരു കൃത്യമായിട്ടുള്ള ഒരു മെത്തേഡ്സുകളുണ്ട്. ഏതെല്ലാം കാര്യങ്ങളാണ് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്നത് എന്നതിനെ പറ്റിയിട്ട് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇനി മെഷർമെൻറ്റ് ഈവൻ തോ കോംപ്ലക്സ്. മനുഷ്യൻ്റെ സ്വഭാവം വളരെ അധികം കോംപ്ലക്സിറ്റി നിറഞ്ഞതാണെങ്കിലും അത് വ്യത്യസ്ത കാര്യങ്ങളെ വച്ചിട്ട് നമ്മൾ മെഷർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ, ഏറ്റവും കുറവ്, ഒന്നുമില്ലാത്ത അവസ്ഥ, വെരി ബാഡ്, നൾ, ഗുഡ്, വെരി ഗുഡ്, ഇങ്ങനെയെല്ലാം നമ്മൾ ക്വാണ്ടിറ്റേറ്റീവായിട്ട് നമ്മൾ കാര്യങ്ങളെ നമ്മൾ അപഗ്രഥിക്കാൻ ശ്രമിക്കുന്നുണ്ട് സൈക്കോളജി. ഇനി അതുപോലെ തന്നെ പറയുന്നതാണ് ഓപ്പറേഷണൽ ഡെഫിനിഷൻസ്. കോൺസെപ്റ്റ് ആർ ക്ലിയർലി ഡിഫൈൻഡ് ബേസ്ഡ് ഓൺ ഒബ്സർവബിൾ ആക്ഷൻസ്. ഇനി ഒരു ഓപ്പറേഷണൽ ഡെഫിനിഷൻസ് ആയിരിക്കും സൈക്കോളജിയിലെ ഒരു തിയറിക്ക് നൽകിയിട്ടുണ്ടാകുക. ഇനി ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സൈക്കോളജി BPCC 101 ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി എന്ന് പറയുന്ന പാഠഭാഗത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അടുത്ത പാഠഭാഗമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.